Watch full episodes on Jio Hotstar. ഇന്നത്തെ ദിവസവും വെറും പാഴായിപ്പോയി. ഒരു മൃഗത്തെ പോലും ഇന്ന് എനിക്ക് കിട്ടിയില്ല. നീ ആരാണ്? Hello, Robot X to base, Robot X to base. Go ahead, Robot X. We are listening. Safe landing. Robot X is on Operation Shiva now. അങ്ങനെ ആവട്ടെ. All the best. ഇന്ന് എന്തൊരു ശാന്തമായ ദിവസമാണ്. എന്റെ മേൽനോട്ടത്തിൽ ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ഒരു കുറ്റങ്ങളും സംഭവിക്കുന്നതായി കേൾക്കുന്നേ ഇല്ല. ഇതാരപ്പോ ഒരു പുതിയ ആള്? എക്സ്ക്യൂസ് മീ ലഡു സിംഗ് സാറേ, നിങ്ങൾക്ക് എന്നോട് ഈ കുട്ടിയുടെ അഡ്രസ് പറഞ്ഞു തരാൻ പറ്റുമോ? ഇത് നമ്മുടെ ശിവയാണല്ലോ. പക്ഷെ തനിക്കിപ്പോ ഇവനെ കാണേണ്ട കാര്യം എന്താണ്? പറയൂ, താൻ ആരാണ്? അതാദ്യം പറ. വാസ്തവത്തിൽ ഞാൻ ഈ കുട്ടിയുടെ ഫ്രണ്ടാണ്. കുറെ വർഷങ്ങളായി ഞങ്ങൾ കണ്ടിട്ട്. എന്ത്? താൻ ശിവയുടെ ഫ്രണ്ട് ആണെന്നോ? താൻ ശിവയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഒരു കാര്യം ചെയ്തേ, ഇപ്പൊ തന്നെ അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ ഇപ്പൊ തന്നെ നമ്പർ ഇട്ട് തരാം. ഓക്കേ? വേണ്ട വേണ്ട സർ, ഞാൻ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ അവന്റെ അഡ്രസ് മാത്രം എനിക്ക് തന്നാ മതി. എന്തോ പ്രശ്നമുണ്ട്. ഇവനെ ഏത് ആംഗിളിൽ വെച്ച് കണ്ടാലും ശിവയുടെ ഫ്രണ്ടായിട്ട് ഏൽക്കാൻ പറ്റുന്നില്ല. ഏതായാലും ശിവയോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. അതെ പൊന്നു സുഹൃത്തെ, അത് പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാനൊരു 5 മിനിറ്റിൽ തിരിച്ചു വരാം. അതെ, ഒരു സംശയം. പറയൂ സാറേ. ഇവിടുന്ന് അല്ലെങ്കിൽ വേണ്ട, താനൊന്ന് പറഞ്ഞ ശിവ എവിടെയാ താമസിക്കുന്നത്? എന്ത്? ശിവ എവിടെ താമസിക്കണതോ? ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് പോകാറുള്ള ആളല്ലേ ഇന്നത്തെ അഡ്രസ് ചോദിക്കുന്നേ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത സാറേ. കൂടുതൽ സംസാരം വേണ്ട. ഞാൻ നിന്റെ ഓർമ്മശക്തി ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. താൻ എത്രയും പെട്ടെന്ന് ശിവയുടെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. സാറേ, എനിക്ക് ശിവയുടെ അഡ്രസ് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആചാര്യ ഭവൻ, ആചാര്യ കോളനി. വെരി ഗുഡ്. തനിക്ക് ഓർമ്മശക്തി നല്ല കൂടുതലായിട്ട് തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ജോലിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഓർമ്മശക്തി. ഞാൻ ഏതായാലും ഒരു റൗണ്ട് പോയിട്ട് വരട്ടെ. സാറേ, എന്തിനാണ്? ആ ശിവ ഇല്ല, എനിക്കറിയില്ല ആരാണെന്ന്. എന്നാ ശരി. ആഹാ, ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം. ഓക്കെ? സാറ് ഇവിടെയോ? സാറ് ഇപ്പോഴാണല്ലോ പുറത്തേക്ക് പോണത് കണ്ടത്. ഇത്രയും പെട്ടെന്ന് എങ്ങനെ അകത്തേക്ക് വന്നത്? എന്ത്? ഞാനിപ്പോ പുറത്തേക്ക് പോയിരുന്നോ? എപ്പോ? പേടറാം, നിന്റെ കാഴ്ചക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ചെല്ല്, ഒരു കണ്ണ് ഡോക്ടറെ അടുത്ത് ചെന്ന് കണ്ണ് കാണിക്ക് വേഗം. സാറ് ഇവിടെ തന്നെയായിരുന്നു. സാറിനോട് ശിവയുടെ വീട്ടിലെ ഡീറ്റെയിൽസ് ചോദിച്ചില്ലേ? എന്നിട്ട് ഞാൻ ശിവയുടെ അഡ്രസ് സാറിന് ഇപ്പൊ പറഞ്ഞു തന്നില്ലേ? എന്ത്? ഞാനോ? ശിവനെ കുറിച്ച് ഞാൻ തന്നോട് ഇപ്പൊ ചോദിച്ചോന്നോ? എടോ, അത് ഞാനല്ലായിരുന്നു പേടറാം. കുറച്ചു മുമ്പ് എവിടേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അവൻ അഡ്രസ് പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ അവൻ എന്റെ മുഖം പോലെ രൂപം മാറ്റി തന്റെ അടുത്ത് അഡ്രസ് വാങ്ങി പോയിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ശിവനെ വിളിച്ച് പറയട്ടെ.
ഹലോ ശിവ, ഏ? ഒരു മദ്യപാനി ഇവിടെ വന്ന് തന്നെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അവൻ ചിലപ്പോ എന്റെ രൂപത്തിൽ വന്ന് നിന്നെ പറ്റിക്കാൻ നോക്കും. അവനെ വിശ്വസിക്കരുതേ. ഓക്കേ ഓക്കെ ലഡു സിംഗ് സർ, താങ്ക് യു. ബേഡറാം, എന്താ സാർ? നമ്മുടെ ജോലിനെ കുറിച്ച് രഹസ്യമായിട്ട് നടത്തണം. നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി ഒരു പാസ്വേഡ് ഉണ്ടാക്കണം. ഓക്കേ? കലക്കി സാർ, ഇത് നല്ല ഐഡിയ ആണല്ലോ. സാറിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. പാസ്വേഡ് എന്താണ്? ഓഹോ, യെസ് 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 യെസ്, പാസ്വേഡ് എന്താണ് വെക്കേണ്ടത്? ആ ബേഡറാം, താൻ പറയേണ്ടത് ചൂടുള്ള പാല്. ഞാനിപ്പോ മറുപടി പറയും ജിലേബി. ഓക്കേ? അടിപൊളി പാസ്വേഡ് ആണ് സാർ. എന്റെ വായിന്ന് വെള്ളം ഒലിക്കുന്നു. ഹലോ രവ, അത് യുഡി. ശിവ, താനോ? ശരിയാണ്, ഞാൻ തന്നെയാണ് ശിവ. പക്ഷേ നിങ്ങൾ ആരാണ്? ശരിക്കുള്ള ലഡു സിംഗ് അല്ലല്ലോ. അദ്ദേഹത്തിന്റെ I am Robotex. ഞാൻ നിന്നെ തകർക്കും. ഓ ഓ I shall take you. Hey, watch out this. ഞാൻ എന്തായി കാണുന്നു? എനിക്ക് പേടിയായിട്ട് വലിയത് ഏലിയനാണ്. എന്തിനെ പേടിക്കുന്നേ? നീ ഞങ്ങളൂടെ വന്നേ. നീ ആരാണെന്ന് പറയൂ. എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? I am Robotex. ഞാൻ 2038 വന്നിരിക്കുന്നത്. ഈ സമയത്തിൽ നിന്ന് 20 വർഷം കഴിഞ്ഞ് നീ ഞങ്ങളുടെ ലീഡർ മാഡ് മാക്സിനെ വധിക്കാൻ പോകുന്നു. അതുകൊണ്ട് അയാൾ നിന്നെ ഇതേ സെഞ്ചുറിയിൽ കൊല്ലാനായിട്ട് എന്നെ അയച്ചിരിക്കുന്നു. മാഡക്സ്, ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും കണ്ടുമുട്ടിയിട്ടില്ലല്ലോ. നിനക്ക് അയാളെ ഇന്ന് അറിയത്തില്ല, പക്ഷേ 20 വർഷം കഴിഞ്ഞ് അറിയും. പക്ഷേ ഞാൻ നിന്നെ അത്രയും ദൂരം എത്താൻ സമ്മതിക്കില്ല. യു വിൽ ബി ഫിനിഷ്ഡ്. സോറി റോബോടെക്സ്, അങ്ങനെ പെട്ടെന്ന് ഫിനിഷ് ആവാൻ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഇത് ശരിക്കുള്ള മനുഷ്യനെ അല്ല.
ആ റോബോട്ടിനെ എങ്ങനെയാലും കണ്ടുപിടിക്കണം. ഈ പേടറാം എവിടെ പോയി ഒളിഞ്ഞിരിക്കുന്നത്? പേടറാം, താനാ മദ്യപാനി എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഒരു പെടുത്തലല്ലോ. ഇവൻ ഒറിജിനൽ ലഡ്ഡൂസിക് ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന്? ഞാൻ ഏതായാലും പാസ്വേഡ് ചോദിക്കട്ടെ. ചൂട് പാല്. എടോ പേടറാം, തനിക്ക് ഇപ്പോഴാണോ ചൂട് പാല് വേണ്ടത്? ശിവേനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അവനിപ്പോ എവിടെയാണ്? ചൂട് പാല്. പേടറാം, ശിവയുടെ ജീവൻ തന്നെ പാപത്തിലാണ്. ഇപ്പോഴാണ് നിനക്ക് ചൂട് പാല് വേണ്ടത്. നിനക്കത് എന്താ പറ്റിയത്? വേണ്ട, നീ എന്താ കാണിക്കട്ടെ? ശരി ശരി, ഞാൻ നിനക്ക് ചൂട് പാല് കൊണ്ടുവരാം. എടോ താൻ എന്തിനാ പിന്നെ എന്നെ ഇങ്ങനെ തല്ലുന്നേ? പാല് കിട്ടാതെ ഒരു മനുഷ്യനെ എങ്ങനെ തല്ലോ? പേടറാം, ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എന്റെ പേര് കേട്ട കള്ളന്മാരെ മുട്ടുകാലി വരയ്ക്കും. പക്ഷെ താൻ തന്റെ ഈ സീനിയറിനെ തല്ലാൻ നോക്കുകയാണോ? എന്താ സാറ് ഒറിജിനൽ തന്നെയാണല്ലോ. ക്ഷമിക്കണം സാറ്, പക്ഷെ സാറല്ലേ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞിരുന്നേ എപ്പ കണ്ടുമുട്ടുമ്പോഴും കൺഫേം ചെയ്യാൻ വേണ്ടി പാസ്വേഡ് പറയണമെന്ന്. ഞാൻ സാറിനോട് പറയും ചൂട് പാല്, അപ്പൊ സാർ എന്നോട് പറയും ജിലേബിന്ന്. പേടറാം, ഈ പാസ്വേഡിന്റെ പേര് പറഞ്ഞ് താൻ എന്നെ തല്ലി എന്റെ മോതിര ഷേപ്പ് തന്നെ മാറ്റിയല്ലോ. ഇനി തൊട്ട് നമ്മൾ ഏതെങ്കിലും എളുപ്പത്തിലുള്ള പാസ്വേഡ് തന്നെ വെക്കാം. അതായത് നമ്മൾ രണ്ടുപേരും നമ്മുടെ പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാം. എന്നാ സാറ് പറഞ്ഞ പഴയ പാസ്വേഡ് ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കാം. ഞാൻ തന്നോട് തന്റെ പേര് ചോദിക്കും, അപ്പൊ താൻ എന്റെ പേര് പറയണം. അപ്പൊ താൻ എന്നോട് എന്റെ പേര് ചോദിക്കണം. ഉടനെ ഞാൻ മറുപടി പറയും പേടാറാം. കലക്കി സാറേ, ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള പാസ്വേഡ് ആണല്ലോ. എന്നോട് ചോദിക്കുമ്പോ ഞാൻ സാറിന്റെ പേര് പറയും, സാറ് എന്റെ പേരും. ശിവ, ആ റോബോട്ടിക്സിനെ പിടിക്കാനായിട്ട് നീ എന്തെങ്കിലും തന്ത്രം ആലോചിച്ചോ? ഇല്ല രേവ, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അതിനെങ്ങനെ പിടിക്കണമെന്ന് ആലോചിച്ചു. സിറ്റിയിലെ റോബോട്ടുമായി ഫൈറ്റ് ചെയ്താൽ നഗരത്തിലുള്ള ജനങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ശിവ, നീ കുറച്ചു ദിവസം എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നതാ നല്ലത്. അത് ഏലിയനാ. നിന്നെ അന്വേഷിച്ച് കാണാതാവുമ്പോണ്ടല്ലോ, അത് അതിന്റെ പ്ലാനറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. ശിവ, ഈ പേടിത്തൊണ്ടന്റെ വാക്ക് കേൾക്കല്ലേട്ടോ. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്റെ കൂട്ടുകാരൊത്ത് ഞാൻ മീൻ പിടിക്കാൻ പോയിരുന്നു. കൂട്ടുകാരൊക്കെ ഒരുപാട് ശ്രമിച്ചു. അവർക്ക് പക്ഷെ ഒരു മീനിനെ പോലും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഒരു ഐഡിയ ഒപ്പിച്ചു. അതായത് വെള്ളം കുറച്ചുള്ള സ്ഥലത്ത് ചെളിമണ്ണ് കൊണ്ടൊരു കുഴിയുണ്ടാക്കി. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? കുറച്ചു ദൂരം വെള്ളത്തിന്റെ അപ്പുറത്തേക്ക് വിട്ട് കൈയിട്ട് വെള്ളം നല്ലോണം ഇറക്കി. ആ ശബ്ദവും അനക്കവും കേട്ട് മീനുകളൊക്കെ ഇപ്പുറത്തേക്ക് ഓടി വന്ന് ആ ചെളിക്കുണ്ടിൽ വീണു. രാജാവേ, നീ ഇപ്പോൾ എനിക്ക് നല്ല ബ്രില്യന്റ് ഐഡിയയാണ് തന്നത്. ഐഡിയോ? എന്താ ഐഡിയ? പക്ഷേ ഇത് മീൻ പിടിക്കലല്ലോ, റോബോട്ട് എക്സിനല്ലേ നമ്മൾ പിടിക്കേണ്ടത്. എന്തായാലും നീ തന്നത് നല്ലൊരു ഐഡിയ ആണ്. ശബ്ദം കേട്ട മീനുകൾ വേറെ വഴിക്ക് ഓടിപ്പോയെന്ന് നീ പറഞ്ഞില്ലേ? എന്നിട്ട് അവ വലയിൽ കുടുങ്ങുകയും ചെയ്തു. അതുപോലെ ആ റോബോട്ട് എക്സിനെയും വേറൊരു വഴിയിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നാലേ അതിനെ ട്രാപ്പ് ചെയ്യാൻ സാധിക്കൂ. Yes, Reva, you're right. Thank you, Adi. I have an idea. Watch India's largest kids library only on Jio Hotstar. Download the app now.